രാഹുവും ചൊവ്വയുടെ അനിഷ്ടസ്ഥാന സഞ്ചാരവും ശാരീരിക മാനസിക തകർച്ചയാണ് സൂചന തരുന്നത്. എതിരാളികളുടെ ഉപജാപങ്ങളെ ഭയക്കണം. ഈ ഫലപ്രകാരം കൂടെ നിൽക്കുന്നയാളുടെ സ്വൈരജീവിതം തകർന്നടിയും. അതെ, ഊരി എടുക്കുന്നവനെ അറിയാൻ പറ്റൂ. നീ ഇങ്ങോട്ട് ഇവിടെ ഇരുന്നേ. കൊച്ചു നിൽക്കുമ്പോഴാണ് ഒരു കിന്നാരം. ഇത് എന്തൊരു മനുഷ്യൻ. ഇരിക്കണിവിടെ. ഓ കൊല്ലാൻ വന്നത് ആരാണെന്നോ ജീവൻ രക്ഷിച്ചത് ആരാണെന്നോ എനിക്കറിയില്ല സർ. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? സംശയിച്ചു തുടങ്ങിയാൽ ഒരാളെയല്ല ഒരുപാട് പേരെ സംശയിക്കാനുണ്ട്. എന്നെ രക്ഷിച്ചത് ഭഗവാനാണെന്നറിയാം. ഭഗവാനോ? അതെ, ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ. അല്ലാതെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ ആരാ സാർ രക്ഷിക്കാൻ വരുന്നത്? സർക്കിള. ഹലോ സാർ. സാർ, അത് ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്ന സമയത്തായിരുന്നു. ഞാനിവിടുന്ന് ഡ്യൂട്ടി അവസാനിപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്ക് അനിൽ സാർ എത്തി. ഒരു 10-20 മിനിറ്റ് ഗ്യാപ്പ് അതിനിടയില്ല. സോറി സാർ. ഓക്കെ സാർ, ഓക്കെ. ആകെ പ്രശ്നമാണ്. തൽക്കാലം ഈ കേസ് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. ക്യാമ്പിൽ നിന്ന് ഒരു വണ്ടി പോലീസിനെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇന്ന് ആശുപത്രി മുഴുവൻ നിരീക്ഷണത്തില. ഇന്നലെ ഇവിടുത്തെ ക്യാമറ മുഴുവൻ കംപ്ലൈന്റ് ആയിരുന്നു. ഇനി പേടിക്കണ്ട, ഒരു ബറ്റാലിയൻ പോലീസുകാര് ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നലെ നടന്നതിൽ നിങ്ങൾക്ക് പരാതിയൊന്നുമില്ലല്ലോ അല്ലേ? ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഞാൻ പരാതി പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ സാർ? നിങ്ങളുടെ ജോലി കൂടെ പോകും. എനിക്കാരോടൊരു പരാതിയുമില്ല, പരിഭവമില്ല. കുഞ്ഞോളെ, ആകെ ഒരു വശപ്പശത് തോന്നുന്നുണ്ടല്ലോ. സെറ്റപ്പൊക്കെ നോക്കിയേ, ഒരു തട്ടിക്കൂട്ട് ലക്ഷണം. ഇവിടെ ആരും കാണുന്നുണ്ടല്ലോ. ഭദ്രേട്ടാ, ഇത് സാധാരണ ജോത്സ്യം നോക്കുന്ന സ്ഥലമല്ല. എന്നുവെച്ചാ കവടി നിരത്തിയോ മഷിയിട്ടോ അല്ല ഫലം പറയുന്നതെന്ന്. പിന്നെ വന്നു. നമസ്കാരം. നമസ്കാരം. എത്തിയല്ലേ? ഞാൻ ദേവി ഉപാസനയിലായിരുന്നു. ഇരിക്കെ. അല്ല, ഈ വയറൊക്കെ വന്നതിന് ശേഷം താഴെ ഇരിക്കാൻ ഭയങ്കര പാടാ. സാറേ, വല്ല ആവശ്യം വന്നാൽ ഇരുന്നല്ലേ പറ്റൂ. താഴെ ഇരിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇങ്ങോട്ടിരുന്നോളൂ. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് നന്നായി പ്രാർത്ഥിച്ചോളൂ. ഓ, കുഞ്ഞോട് ശങ്കെടുത്ത്. നല്ല ശങ്ക, ഞാനൊന്ന് നോക്കട്ടാ. ഭദ്രേട്ടാ, മര്യാദയ്ക്കിരിക്കും. കുഞ്ഞോളത്തെ ശംഖ് വിളിക്കാൻ തുടങ്ങി. ഇനി പൂജ കഴിഞ്ഞിട്ട് ജോത്സ്യം നോക്കുന്നു തോന്നുള്ളൂ. അറിയാലോ, ഇവിടെ ശംഖു ജോത്സ്യമാണ്. ഈ ജോത്സ്യം കൂടുതലും ഒറീസയിലും ആസാമിലും നേപ്പാളിലുമൊക്കെയാണ് നടത്തിവരുന്നത്. ഫലം കണിശമായിരിക്കും. ഇഷ്ടദേവതയെ ഒന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു.
അല്ല തിരുമേനി, ഒരു സംശയം. ഉം, ശങ്കിപ്പോ നമ്മൾ കറക്കി വിടണോ അതോ തിരുമേനി ഇറക്കോ? പൂജ കഴിയുന്നതുവരെ ഒരക്ഷരം ഉരിയാടാതെ അവിടെ ഇരിക്കുക. യുദ്ധസമാനം, രാഹുദശാകാലം. തെക്ക് ദേശത്ത് നിന്നൊരു ശത്രു അവരുടെ തേരിൽ പുറപ്പെട്ടു കഴിഞ്ഞു. രാഹുവും ചൊവ്വയുടെ അനിഷ്ടസ്ഥാന സഞ്ചാരവും ശാരീരിക മാനസിക തകർച്ചയാണ് സൂചന തരുന്നത്. എതിരാളികളുടെ ഉപജാപങ്ങളെ ഭയക്കണം. ഈ ഫലപ്രകാരം കൂടെ നിൽക്കുന്നയാളുടെ സ്വൈരജീവിതം തകർന്നടിയും. തൃപ്തിയായി കുച്ചോളെ, എന്റെ കാര്യം കൂടി ഒരു കരക്കെത്തിച്ചല്ലോ. ശംഖുജ്യോതിഷം പാറ പോലെ ഉറച്ചതാണ്. ഭൂതകാലം തിരിഞ്ഞുകൊത്തും. യാമങ്ങൾക്ക് മുമ്പ് ചെയ്ത പാപവും തിരിച്ചടിക്കാതെ പോകില്ല. പകയും വൈരവുമൊക്കെ ഭൂമിയിലെ ജീവിതങ്ങളോടാവാം. മരിച്ചു നിൽക്കുന്ന ആത്മാക്കളോടാകുന്നത് മതിഭ്രമം സമ്മാനിച്ചേക്കും. ഭ്രാന്തെടുത്ത് ചങ്ങലക്കിടാൻ യോഗം കാണുന്നുണ്ട്. ഓരോ ചുവടിലും സൂക്ഷ്മത വേണം. കരിനാഗങ്ങൾ പണമെടുത്ത് ആടുന്നുണ്ട്. ശംഖുനാദത്തിലും ആ ചീറ്റൽ കേൾക്കാം. ആത്മാക്കളുടെ ശാപം ജീവനാപത്താണ്. അയ്യോ,